ഹലോ ഗായ്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ സിറ്റ് ഔട്ട് ഗാർഡനെ ഇതുപോലെ ചെടികൾ കൊണ്ട് ഭംഗിയായിട്ട് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്നാണ്. കൂടാതെ ഈ ഒരു സിറ്റ് ഔട്ട് ഗാർഡൻ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കണേന്നും ഈ പ്ലാന്റ്സിനെ നമ്മൾ എപ്പോഴൊക്കെയാണ് പറിച്ചു മാറ്റി നടേണ്ടതെന്നും ഇതിന് കൊടുക്കുന്ന കെയറിങ്, വളം, അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ. ആദ്യം തന്നെ എൻ്റെ സിറ്റ് ഔട്ടിലെ ചെടികൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന രീതി എങ്ങനെയെന്ന് വെച്ചാൽ സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടാവുന്ന വിധവും ഇൻഡയറക്റ്റ് കിട്ടാവുന്ന വിധവും. ചില ചെടികൾക്ക് അങ്ങനെയാണല്ലോ, അധികം വെയിൽ ആവശ്യം ഉണ്ടാവില്ല, ചിലതിന് നന്നായിട്ട് വേണം. അപ്പോൾ ഇങ്ങനെ ചെടിച്ചട്ടിയിൽ ഇവിടെ നോക്കി അരയിലി ഞാൻ വെച്ചേക്കുന്നത്. അരയിലിയുടെ 2 കളറുകളാണ് ഇവിടെ ഉള്ളത്, വൈറ്റ് കളറും ഉണ്ട്, ഒരു ഗ്രീൻ കളറും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിനും അത്യാവശ്യം സൺലൈറ്റ് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ കയറി വരുന്ന ഈ ഒരു സൈഡിൽ 2 കളർ വെറൈറ്റീനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ PVCയുടെ വലിയൊരു പൈപ്പ് എടുത്തിട്ട് അതിനകത്ത് ഓർക്കിഡുകൾ നമ്മൾ ഇതുപോലെ പച്ച ഷീറ്റൊക്കെ വിരിച്ചിട്ട് അതിന് നെറ്റൊക്കെ വാങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓർക്കിഡ് നല്ല കാലാവസ്ഥയും കൂടി ആയതുകൊണ്ട് വെയിലൊക്കെ ഇപ്പോൾ കിട്ടുന്നതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ നന്നായിട്ട് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സൈഡിലായിട്ട് ഇതുപോലെ ചെറിയൊരു പച്ചപ്പുല്ലിൻ്റെ ഗാർഡനും കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പിൽ നമ്മൾ സിങ്കോണിയം, എയോണിയം പ്ലാന്റുകളും പെറ്റൂണിയയുടെ ഡബിൾ കളറിൽ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചു വെച്ച ആ ഒരു പ്ലാന്റിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എയോണിയം പ്ലാന്റിൻ്റെയൊക്കെ നട്ടുപിടിപ്പിക്കുന്ന രീതി എങ്ങനെയെന്നൊക്കെ ഞാൻ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മുകളിൽ സൺലൈറ്റ് അധികം ആവശ്യമില്ലാത്ത ഇൻഡയറക്റ്റ് ആയിട്ട് മതിയായ അഗ്ലോണിമയുടെ വെറൈറ്റീസ് ഉണ്ട്, കലാത്തിയുടെ വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ കുറച്ച് വെറൈറ്റി ചെടികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. കാരണം ഇവർക്കൊന്നും അധികം അങ്ങോട്ട് സൺലൈറ്റ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ കറക്റ്റ് അവർക്ക് ആവശ്യത്തിന് വേണ്ട സൺലൈറ്റും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനൊക്കെ ഇതുപോലെ നിൽക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും എല്ലാ ചെടികളും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതിന് ഞാൻ എന്നോട് ഷോർട്സൊക്കെ ഇട്ടപ്പോൾ മിക്കവരും ചോദിച്ചു ഇതിന് എന്ത് വളം ഇട്ട് കൊടുക്കുന്നതെന്ന്. നമ്മളെല്ലാ ചെടികൾക്കും ചാണകപ്പൊടിയും എല്ലുപൊടിയും മിക്സ് ചെയ്തിട്ടുള്ള വളമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചാണകപ്പൊടിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാലും നമ്മൾ ഉണക്കി പൊടിച്ചെടുത്താലും കട്ട പോലെ ഇങ്ങനെ കിടക്കും. അപ്പോൾ വീട്ടിൽ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇവിടെ പഴയ മിക്സി ഇരിപ്പുണ്ട്. അപ്പോൾ ആ മിക്സിയിലിട്ട് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. എന്നിട്ടാണ് അത് എല്ലുപൊടിയായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു നട്ട് കൊടുക്കാൻ പോകുന്ന ചെടി അല്ലെങ്കിൽ ചെടികളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വേഗത്തിൽ തന്നെ അത് ആ ചെടിക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് അവിടെ കിടന്ന് പുല്ല് പിടിക്കും, വേഗത്തിൽ പുല്ല് പിടിക്കും. അത് പൊടിഞ്ഞ് വരാനൊക്കെ ഒത്തിരി സമയം എടുക്കും ചെടികൾക്ക് അത് കിട്ടാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കൊടുത്താൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആവും, ചെടിക്ക് നല്ല ചാടി വലുതാവും. സിറ്റ് ഔട്ടിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ബൊഗെയിൻവില്ല ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ നന്നായിട്ട് വെയിൽ കൊള്ളുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ബൊഗെയിൻവില്ല പ്ലാന്റിനൊക്കെ നന്നായിട്ട് വെയിൽ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ കടലാസുവിൻ്റെ ചെടികളൊക്കെ സെറ്റ് ചെയ്തൊക്കെയാണ്. കൂടാതെ എൻ്റെ അടിയിൽ തന്നെ ഡെവിൾസ് ബാക്ക് ബോൺ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിനെ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതൊരു വെറൈറ്റി പ്ലാന്റാണ്. പിന്നെ ആ ഒരു അറ്റം വരെ നമ്മൾ സ്നേക്ക് പ്ലാന്റ് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തേക്കാണ് നല്ല ഭംഗിയായിട്ട്. ഇപ്പോൾ 2-3 പ്രാവശ്യം ഈ ഒരു ചെടികളൊക്കെ സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ അഗ്ലോണിമയൊക്കെ നമ്മൾ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്ക് പറിച്ചു മാറ്റി വെക്കേണ്ടി വരില്ല. കുറച്ച് നാൾ ആ ചെടിച്ചട്ടി നിറയെ നല്ല ഭംഗിയായിട്ട് നിന്നോളും. പിന്നെ ചെടിച്ചട്ടി ഫുള്ളായിട്ട് നിറഞ്ഞു വരുമ്പോൾ മാത്രമേ നമ്മൾ അവരെ പറിച്ചു മാറ്റി വെക്കേണ്ട ആവശ്യം വരാറുള്ളൂ. അപ്പോൾ പൂച്ചെടികളെയും ഇലച്ചെടികളെയും ഒരേപോലെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സിറ്റ് ഔട്ട് ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഇതിൽ മെയിൻറ്റെയിൻസ് ചെയ്ത് പോകണം, നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം. ചെടികൾ പറിച്ച് മാറ്റി വെക്കുമ്പോൾ പറിച്ച് കറക്റ്റായിട്ട് ആ ടൈമിൽ വെച്ച് കൊടുക്കണം. വളം ഇട്ട് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. ഇതൊന്നും കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ട് ഗാർഡൻ ഇത്രയും നമ്മൾ നോക്കിയത് വെറുതെ ആയിപ്പോവും. അപ്പോൾ മെയിൻറ്റെയിൻസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊക്കെ ബട്ടർഫ്ലൈ പ്ലാന്റൊക്കെ ഇരിക്കുന്നുണ്ട്. അതിനായാലും അല്ലെങ്കിൽ അഗ്ലോണിമയായാലും പറിച്ച് മാറ്റി വെക്കേണ്ട സമയമാകുമ്പോൾ കറക്റ്റായിട്ട് മാറ്റി വെച്ചില്ലെങ്കിൽ കാട് പോലെ ആയിപ്പോവും നമ്മുടെ സിറ്റ് ഔട്ട്. പിന്നെ അത് മെയിൻറ്റെയിൻസ് ചെയ്യാൻ നമുക്ക് തന്നെ ഒത്തിരി പാടായിരിക്കുള്ളൂ. പിന്നെ സിറ്റ് ഔട്ടിൻ്റെ അകത്തായിട്ട് നമുക്ക് മണി പ്ലാന്റ് അല്ലെങ്കിൽ ഒത്തിരി സൺലൈറ്റ് ആവശ്യമില്ലാത്ത നമ്മുടെ ഫില്ലോഡെൻഡ്രോൺ, മോൺസ്റ്റർ പ്ലാന്റ് ഇതൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതാവുമ്പോൾ ഒത്തിരി വെയിൽ ആവശ്യമില്ല, എന്നാൽ ഇതുപോലെ തുറന്ന നല്ല സ്പേസിൽ നമുക്ക് വെച്ച് കഴിയുമ്പോൾ നല്ലോണം ഹെൽത്തി ആയിട്ട് വന്നോളും. അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ മോൺസ്റ്റർ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. നമ്മുടെ സിറ്റ് ഔട്ട് ഗാർഡനിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ്. കാരണം ഇതിന് പുറത്തൊന്നും നമുക്ക് എന്തായാലും നട്ടുപിടിപ്പിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ലീവ്സൊക്കെ വേഗം ഡാമേജ് ആയിപ്പോൾ സൺലൈറ്റ് ഒത്തിരി ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ സിറ്റ് ഔട്ട് ഗാർഡന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ മോൺസ്റ്റർ പ്ലാന്റും ഫില്ലോഡെൻഡ്രോൺ പ്ലാന്റൊക്കെയാണ്. പിന്നെ എപ്പീസിയ പ്ലാന്റിനെയും മണി പ്ലാന്റിനെയൊക്കെ നമ്മൾ ഇതുപോലെ സൈഡിലായിട്ട് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ചെടിച്ചട്ടിയിൽ.
പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് സെറ്റ് ചെയ്ത് കൊടുത്താലും ഡെയിലി ഈ ഒരു ചെടികളെയൊക്കെ നമ്മളൊന്ന് കെയർ ചെയ്യണം. ഒന്ന് അതിനെ വല്ല പുഴുവോ അങ്ങനെ എന്തെങ്കിലും കുറവുകൾ ചെടികൾക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കി ഡെയിലി നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഒന്ന് നടന്ന് അതിനെ പരിഗണിക്കുന്നു എന്ന് ആ ഒരു ചെടികൾക്കും കൂടി തോന്നണമല്ലോ. അപ്പോൾ തന്നെ പകുതി മുക്കാലും നമ്മുടെ ഗാർഡനൊക്കെ നല്ല ഭംഗിയായിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സിനും ഒരു സന്തോഷമായിരിക്കുള്ളൂ ചെടികളെ ഇങ്ങനെ കെയർ ചെയ്ത് അതിൻ്റെ കൂടെ നടക്കുമ്പോൾ. പിന്നെ സൈഡിലായിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഓർക്കിഡിൻ്റെ ഒരു ഭാഗം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓർക്കിഡ് ഇവിടെ നിൽക്കുമ്പോൾ അതിന് നന്നായിട്ട് വെയിലും കിട്ടും. അപ്പോൾ അത്യാവശ്യം വെയിൽ വേണ്ട ഒരു ഓർക്കിഡുകളാണ് എല്ലാം തന്നെ. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം വെയിലും കിട്ടണതുകൊണ്ട് തന്നെ നന്നായിട്ട് പൂവിടുന്നുണ്ട്. വളമായിട്ട് നമ്മൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും മിക്സ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ നന്നായി ഡെയിലി വാട്ടറിങ് ആവശ്യമുണ്ട് ഈ ഓർക്കിഡിന്. കാരണം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിറ്റൗട്ട് ഗാർഡനിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ ചെടികളുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.